കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ലിയോ 14 പാപ്പയുടെ തിരഞ്ഞെടുപ്പിന്റെ 1ാം വാർഷികം. ലിയോ 14 പാപ്പയുടെ കൃപയാൽ സ്വതന്ത്രർ പ്രകാശനം ചെയ്തു. ലിയോ മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മെയ് 15 പുറത്തിറങ്ങും. രാജസ്ഥാനിൽ വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തി. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല, മാർ ജോസ് പുളിക്കൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ലിയോ 14 പാപ്പയുടെ തിരഞ്ഞെടുപ്പിന്റെ 1ാം വാർഷികം. കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായ ലിയോ 14 പാപ്പയുടെ തിരഞ്ഞെടുപ്പിന്റെ 1ാം വാർഷികം മെയ് 8-ാം തീയതിയായി ഇന്ന് ആചരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് നടന്ന കോൺക്ലേവിന്റെ 2ാം ദിവസമാണ് കർദിനാൾ റോബർട്ട് പ്രിവോസ് ലിയോ 14 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മെയ് 18-ാം തീയതിയായിരുന്നു സ്ഥാനാരോഹണം. 1ാം വാർഷികം പ്രമാണിച്ച് ലിയോ പാപ്പ ഇറ്റലിയിലെ പോംപൈ മരിയൻ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കും. പോംപൈ മാതാവിന്റെ തിരുനാൾ ദിനം കൂടിയാണ് അന്ന്. വിശുദ്ധ ബെർത്തലോ ലോങ്കോയാണ് പോംപൈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ സ്ഥാപകൻ. ലിയോ 14 പാപ്പയുടെ കൃപയാൽ സ്വതന്ത്രർ പ്രകാശനം ചെയ്തു. ലിയോ 14 പാപ്പ അഗസ്റ്റീനിയൻ സഭയുടെ പ്രിയോർ ജനറൽ ആയിരുന്ന കാലത്തെ പ്രസംഗങ്ങൾ അടങ്ങിയ പുസ്തകം പ്രകാശനം ചെയ്തു. കൃപയാൽ സ്വതന്ത്രർ എന്നാണ് പുസ്തകത്തിന്റെ പേര്. 2001 മുതൽ 2013 വരെ സെന്റ് അഗസ്റ്റീനിയൻ സഭയുടെ പ്രിയോർ ജനറലായി സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തിലെ വിവിധ കൂടിക്കാഴ്ചകളുടെയും പ്രഭാഷണങ്ങളുടെയും സമാഹാരമാണ് ഈ പുസ്തകം. ഇറ്റാലിയൻ ഭാഷയിലാണ് പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത്. തുടർന്നുള്ള മാസങ്ങളിൽ ലോകത്തിലെ 30 ഭാഷകളിൽ ഈ കൃതി പുറത്തിറങ്ങും. ലിയോ മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മെയ് 15 പുറത്തിറങ്ങും. ലിയോ മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മെയ് 15 പുറത്തിറങ്ങും. MI, സമാധാനം തുടങ്ങിയവയെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതായിരിക്കും ചാക്രിക ലേഖനം എന്ന് കരുതപ്പെടുന്നു. ലിയോ 13 പാപ്പയുടെ പ്രസിദ്ധ ചാക്രിക ലേഖനമായ റെയിലും നൊവാരും പുറത്തിറങ്ങിയതും മെയ് 15-ാം തീയതിയായിരുന്നു. 1891 പുറത്തിറങ്ങിയ പ്രസ്തുത ചാക്രിക ലേഖനത്തിന്റെ 135-ാം വാർഷികമാണ് ഈ വർഷം. രാജസ്ഥാനിൽ വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തി. തീവ്ര ഹിന്ദുത്വവാദികളാണ് ബലം പ്രയോഗിച്ച് ആരാധനാലയത്തിൽ കയറി വിശുദ്ധ കുർബാന തടസ്സപ്പെടുത്തിയത്. രാജസ്ഥാനിലെ ബൻസ്വര ജില്ലയിലെ കലിഞ്ചാര ഗ്രാമത്തിലുള്ള ഇടവകയിലുള്ള സബ് സ്റ്റേഷനിലാണ് ഈ അനിഷ്ട സംഭവം അരങ്ങേറിയത്. അക്രമികൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതിലേറ്റവും സങ്കടം അക്രമികളെ അറസ്റ്റ് ചെയ്യുകയോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയോ ചെയ്യാതെ അക്രമികളെ തടയാൻ ശ്രമിച്ച ഇടവകക്കാരുടെ പേരിൽ കേസെടുത്തിരിക്കുകയായിരുന്നു എന്നതാണ്. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല, മാർ ജോസ് പുളിക്കൽ. സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ലെന്നും സമുദായ കാഴ്ചപ്പാട് വർഗീയതയല്ലെന്നും കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. സീറോ മലബാർ സഭ 2026 വർഷം സമുദായിക ശാക്തീകരണ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ഇടവകയിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.